ഇവിടെ നിൽക്കുമ്പോൾ ഞാനൊരു 25 വർഷം പിന്നിലേക്ക് പോവുകയായിരുന്നു. ഞാൻ എൻ്റെ ആദ്യ യാത്രകൾ ആരംഭിച്ച കാലം, എൻ്റെ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയ കാലം, എൻ്റെ കോളേജ് ജീവിതകാലം, പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്ന കാലം ഒക്കെ തന്നെയാണ് ഞാനിവിടെ ഇരുന്നപ്പോൾ റീകളക്ട് ചെയ്തത്. പിന്നെ ഞാനൊരു ചെറിയ നിരാശയിലേക്കും പെട്ടെന്ന് പോയി. എൻ്റെ അഹങ്കാരമൊക്കെ ഞാൻ വളരെ ചെറുപ്പത്തിലെ ലോകം കണ്ടു തുടങ്ങിയ ആളാണ്. ഞാൻ എൻ്റെതായ ചില സംരംഭങ്ങൾ ആരംഭിച്ച ആളാണ്. എൻ്റെ പിതാവ് എന്ന വലിയൊരു വടവൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്ന് പുറത്തു മാറി വളർന്ന ഒരാളാണെന്നൊക്കെ ഞാൻ അഹങ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാഴ്ച മുമ്പ് മുതൽ ഞാൻ മിസ്റ്റർ എബിനെയും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയെയും പരിചയപ്പെട്ട അല്ലെങ്കിൽ അടുത്തറിഞ്ഞ അവരെക്കുറിച്ച് പഠിച്ചു തുടങ്ങിയ ഒരു കാലം മുതൽ എൻ്റെ ആ അഭിമാനബോധവും അഹങ്കാരവും ഒക്കെ പയ്യെ മെൽറ്റ് ചെയ്യാൻ തുടങ്ങി എന്നുള്ള സത്യം ഞാനോട് ഒന്ന് പറയട്ടെ. നാളത്തെ കേരളത്തിന് വേണ്ടി അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ചെറുപ്പക്കാരുടെ ഒരു സംഘത്തിനൊപ്പം ഒരു വൈകുന്നേരം ചെലവഴിക്കുന്നതിൽ തെറ്റില്ല എന്ന തോന്നലിൽ നിന്നാണ് ഞാൻ ഇന്ന് എൻ്റെ ജോലിയെല്ലാം മാറ്റിവെച്ച്, സത്യത്തിൽ ചാനലിന്റെ നാളെ പോകേണ്ട പരിപാടികളൊന്നും ഇതുവരെ തയ്യാറ് പോലും അല്ല, അതും പോലും മാറ്റിവെച്ചിട്ട് ഞാനിവിടെ എത്താനുള്ള ഒരു കാരണം, സത്യത്തിൽ ഞാൻ നിൽക്കുന്നത്, ഞാനിപ്പോൾ പങ്കെടുക്കുന്നത് നാളത്തെ ലോകത്തെ രൂപപ്പെടുത്താൻ കഴിയുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ ആദ്യ വർഷങ്ങളിലെ ഒരു വാർഷിക പരിപാടിയുടെ ഭാഗമായിട്ടാണ് എന്ന ചിന്തയിൽ നിന്ന് തന്നെയാണ്. കേവലം വെബ്സൈറ്റുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയിൽ നിന്ന് ഇനി എത്രയോ ദൂരം മുന്നോട്ട് പോകാനിരിക്കുന്നു. ഇത്തരം പ്രസ്ഥാനങ്ങളാണ് ശരിക്കും കേരളത്തിന്റെ ഭരണ സംവിധാനത്തെ തന്നെ, നമ്മളുടെ കേരളത്തിന്റെ സാമാന്യ ജനത്തിന്റെ ചിന്തയെയും പ്രവർത്തനത്തെയും സ്വാധീനിക്കുന്ന ഭരണ സംവിധാനത്തെ തന്നെ ഉഴുതുമറിക്കേണ്ടത് എന്ന് നമ്മുടെ സംരംഭകർ ഇന്ന് നേരിടുന്ന പ്രതിസന്ധികൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ലോകത്തിലെ ഏത് മുന്നേറ്റത്തിന്റെയും, ഏത് പുതിയ ചിന്തയുടെയും, പുതിയ ആശയത്തിന്റെയും ഒക്കെ പിന്നിൽ മലയാളി സാന്നിധ്യം നമുക്ക് എവിടെയും കാണാം. ISRO ബഹിരാകാശത്തേക്ക്, ചന്ദ്രനിലേക്ക്, അതിനുമപ്പുറത്തേക്ക് ഒക്കെ വാഹനങ്ങൾ അയക്കുമ്പോൾ അതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന പ്രതിഭകളിൽ മലയാളികളുണ്ട്. നാസയിലെ ശാസ്ത്രജ്ഞന്മാരുടെ മുൻനിര പട്ടികകളിൽ മലയാളികളുണ്ട്. മംഗോളിയയിലും അന്റാർട്ടിക്കയിലും മലയാളികൾ എത്തുന്നു, അവിടുത്തെ ശാസ്ത്ര മേഖലകളിൽ പ്രവർത്തിക്കുന്നു. പലവിധ മേഖലകളിൽ ഞാൻ അവരെ പലരെയും പലയിടത്ത് വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ട്. ഈ മലയാളിയെ കുറിച്ച് ചെല്ലുന്ന നാട്ടിലെല്ലാം ആ നാട്ടിലെ സംരംഭകർക്ക്, ആ നാട്ടിലെ സാമാന്യ ജനത്തിന് ഒക്കെ വലിയ മതിപ്പുള്ള അഭിപ്രായങ്ങളാണ് ഞാൻ കേൾക്കാറുള്ളത്. UAE-യിലേക്ക് അല്ലെങ്കിൽ ഗൾഫ് മേഖലയിലെ വിവിധ രാജ്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ ഭരണാധികാരികളൊക്കെ തുറന്ന് സമ്മതിച്ചാലും ഇല്ലെങ്കിലും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്: ആ നാടിനെ ഇന്ന് കാണുന്ന നാടാക്കി മാറ്റിയതിൽ മലയാളിയുടെ സംഭാവന, അവന്റെ കഠിനാധ്വാനം, അവന്റെ കമ്മിറ്റ്മെന്റ്, അവന്റെ ശ്രദ്ധേയമായ കോൺട്രിബ്യൂഷൻസ് ചില്ലറയല്ലായിരുന്നു. പക്ഷെ നമ്മൾ ഒന്ന് ചിന്തിക്കുമ്പോൾ ലോകത്തെ മുഴുവൻ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നയിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്ന ഈ മലയാളി എന്തുകൊണ്ടാണ് സ്വന്തം നാട്ടിൽ ഒരു പരാജയമായി മാറുന്നത് എന്ന്, സ്വന്തം നാട്ടിൽ നിന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ അവർക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ നിരന്തരം ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ചിന്തിക്കുന്നുണ്ടാവാം നമ്മൾ വിജയമാണ് എന്ന്. കേരളം പല കാര്യത്തിലും വിജയമായിരുന്നു, വിജയമാണ് ചിലതെങ്കിലും. പക്ഷേ ഇത്രയേറെ മിടുമിടുക്കന്മാരുടെ ഒരു നാട്, ഇത്രയേറെ നമ്മളുടെ സോഷ്യൽ മീഡിയയിലെ ഒരു വിശകലനം തന്നെ നടത്തി കഴിഞ്ഞാല് നമ്മുടെ ഫേസ്ബുക്കില് രൂപപ്പെടുന്ന ചില ചിന്തകൾ, ആശയങ്ങളിലൂടെ ഒക്കെ മാത്രം കടന്നു പോകുമ്പോൾ ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഞാൻ അതിലധികം സമയം സ്പെൻഡ് ചെയ്യുന്നയാണല്ലോ. പക്ഷേ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞ് ഏതാനും മിനിറ്റുകൾക്കകം അതിനെ പ്രതിപാദിച്ചുകൊണ്ട്, അതിനെ വിമർശിച്ചുകൊണ്ട്, അതിനെ അനുകൂലിച്ചുകൊണ്ട്, അല്ലെ അതിന് മറ്റൊരു ഭാവം ചമച്ചുകൊണ്ട് പുറത്തു വരുന്ന അഭിപ്രായങ്ങൾ കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. ലോകത്ത് ഇത്ര തിക്കായി, ഇത്ര ഫാസ്റ്റായി ഒരു വിഷയത്തിന്റെ നമ്മൾ ആരും കാണാത്ത ഡയമെൻഷനുകളിലേക്ക് പോയി അതിലല്പം നർമ്മം കൂടെ ചേർത്ത് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു ജനസമൂഹം ഇവിടെയാണുള്ളത്. പക്ഷേ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം ഇതാണ്: നമ്മൾ ഇപ്പോഴും എന്തിന്റെയൊക്കെയോ പിന്നാലെ
നമ്മൾ എന്തിന്റെയൊക്കെയോ കോപ്പിയുടെ പിന്നാലെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ഗതാഗത സംവിധാനങ്ങളിൽ മാറ്റം വരുന്നു, ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എബിന്റെ കഥയിലേക്ക് ഇതിനെ തിരിച്ചു വരാം, അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി തന്നെ പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇപ്പോഴും ചിന്തിക്കുന്നത് ഹൈവേകളുടെ വീതി കൂട്ടിയാൽ കേരളത്തിന്റെ ഗതാഗത പ്രശ്നങ്ങളെല്ലാം തീരും, ഹൈസ്പീഡ് ട്രെയിൻ കൊണ്ടുവന്നാൽ കേരളത്തിന്റെ ഗതാഗത പ്രശ്നങ്ങളെല്ലാം തീരും എന്ന് തന്നെയാണ്. ഈ ഹൈവേകളും ഹൈസ്പീഡ് ട്രെയിനുകളും ബുള്ളറ്റ് ട്രെയിനുകളും ഒക്കെ 40, 50, 100 വർഷം മുമ്പ് ലോകരാജ്യങ്ങൾ നടപ്പാക്കി വിജയിപ്പിച്ച ടെക്നോളജികൾ തന്നെയാണ്. അതിനി കേരളത്തിലേക്ക് കോപ്പിയടിച്ച് കൊണ്ടുവരുന്നത് കൊണ്ട് കേരളത്തിന്റെ ഭാവിയിലെ ഗതാഗത പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്ന് ചിന്തിച്ചാണ് ഇപ്പോഴും നമ്മൾ മുമ്പോട്ട് പോകുന്നത്. എന്നാൽ ലോകത്ത് ഗതാഗത സംവിധാനങ്ങൾ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? എയർപോർട്ടുകളുടെ എണ്ണം കൂട്ടുമ്പോ പല രാജ്യങ്ങളും എയർപോർട്ട് വിട്ട് സ്പേസ് പോർട്ടുകൾ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞ കാര്യം നമ്മൾ അറിയുന്നില്ല. ഒരു കുഴലിലൂടെ നിങ്ങൾക്ക് വെള്ളം പമ്പ് ചെയ്ത് എത്രയോ ദൂരത്തെത്തിക്കാൻ കഴിയുമെങ്കിൽ, ഓയിൽ പമ്പ് ചെയ്ത് എത്രയോ ദൂരത്തെത്തിക്കാൻ കഴിയുമെങ്കിൽ, അത്തരം കുഴലിലൂടെ മനുഷ്യനെ പമ്പ് ചെയ്തെത്തിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന ടെക്നോളജി ലോകത്തെ പല രാജ്യങ്ങളും നടപ്പാക്കി തുടങ്ങി കഴിഞ്ഞ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിനിട്ടിരിക്കുന്ന പേരാണ് ഹൈപ്പർ ലൂപ്പ്. നമ്മൾ 50 കൊല്ലം മുൻപോ 60 വർഷം മുമ്പോ കൊച്ചിയിൽ നിന്ന് അമേരിക്കയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ, ന്യൂയോർക്കിൽ എത്തണമെങ്കിൽ 20 മണിക്കൂർ പറന്നിട്ടാണ് എത്തിയിരുന്നതെങ്കിൽ ഇന്നും അങ്ങനെ ആക്കുന്നത് അടുത്ത 10 or 20 വർഷത്തിനകം ഒരു അത്ഭുതവും സംഭവിക്കാൻ പോകുന്നില്ല. ന്യൂയോർക്കിൽ എത്തണമെങ്കിൽ, കൊച്ചിയിൽ നിന്ന് ന്യൂയോർക്കിൽ എത്തണമെങ്കിൽ 20 മണിക്കൂർ പറക്കേണ്ടി വരും. ഞാന് 10 or 18 വയസ്സിൽ ഇത്തരത്തിൽ ഒരു സംരംഭകനായി മാറി ലോകത്തിന്റെ വ്യവസായ മേഖലയുടെയും ഗതാഗത മേഖലയുടെയും തലവര തന്നെ മാറ്റിക്കുറിച്ച മറ്റൊരു പ്രതിഭയെ ഓർക്കുകയാണ്. എബിൻ. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഞാൻ എപ്പോഴും ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നത് ആ പ്രതിഭാശാലിയുടെ സ്മരണയാണ്. അദ്ദേഹത്തിന്റെ പേര് റിച്ചാർഡ് ബ്രാൻസൺ എന്നാണ്. ഇത്തരത്തിൽ വർഷത്തിൽ ഒരു 2 തവണ റിച്ചാർഡ് ബ്രാൻസണൊത്ത് അത്താഴം കഴിക്കുന്നതിന് ഒത്തുചേരുന്ന സദസ്സുകളിൽ ഒരു അതിഥിയായി പങ്കെടുക്കുന്നതിന് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് അവസരം കിട്ടുന്ന ഒരാളാണ് ഞാൻ. അതിന്റെ കാരണം അദ്ദേഹത്തിന്റെ ഭ്രാന്തമായ ഒരു ആശയത്തിന്റെ പുറകെ ഇന്ത്യയിൽ നിന്ന് ആദ്യം എടുത്തു ചാടിയ ഒരാൾ എന്ന പേരിൽ അദ്ദേഹം തരുന്ന ഒരു പരിഗണനയാണ്. ബഹിരാകാശത്തേക്ക് മനുഷ്യനെ അയക്കുക, അത് ലോകത്ത് പല രാജ്യങ്ങളും ഇതിനോടകം സാധ്യമാക്കിയ കാര്യമാണ്. എന്നാൽ സാധാരണക്കാരെ ബഹിരാകാശ ടൂറിസം എന്ന പേരിൽ, സ്പേസ് ടൂറിസം എന്നൊരു പദ്ധതിയിട്ട് ബഹിരാകാശത്ത് കൊണ്ടുവരുന്നു എന്ന് ഒരിക്കൽ ഇംഗ്ലണ്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൽ ആരോ ഉപേക്ഷിച്ചു പോയ ഒരു പത്രത്തിൽ നിന്ന് വാർത്ത അറിഞ്ഞ് നാട്ടിൽ വന്ന ഉടനെ ഞാൻ ഇമെയിൽ ചെയ്തു അദ്ദേഹത്തിന്റെ കമ്പനിയിലേക്ക്. അങ്ങനെ അവര് കോണ്ടാക്ട് ചെയ്തു. തിരിച്ചുള്ള നിരവധിയായ കമ്മ്യൂണിക്കേഷനുകളിലൂടെ ബഹിരാകാശത്തേക്ക് സാധാരണക്കാരന് യാത്ര ചെയ്യാമെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഞാൻ ഉണ്ടാവുമെന്ന് ഞാൻ അദ്ദേഹത്തിന്റെ കമ്പനിയോട് പറഞ്ഞപ്പോ, നിങ്ങളെ എന്തിന് ഞാൻ കൊണ്ടുപോകണം എന്നായിരുന്നു ആ കമ്പനിയുടെ ചോദ്യം. എത്രയോ ആളുകൾ ഇതിന് തയ്യാറായി വരും. താങ്കളെ പോലുള്ള ഒരാളെ, പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് നിന്ന് ഒരാളെ എന്തിന് ഞാൻ കൊണ്ടുപോകണം? ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇന്ത്യയിൽ അന്ന് 100 കോടിയിലധികം ജനങ്ങളുണ്ട്. ഇപ്പൊ 120 കോടി 130 കോടിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഈ യാത്ര നടക്കുമ്പോഴേക്കും ചിലപ്പോൾ ഒരു 150 കോടിയെങ്കിലും എത്തും ഇന്ത്യയിൽ. ബഹിരാകാശ വാഹനത്തെക്കാൾ വേഗത്തിൽ കുതിക്കുന്ന ഒരു മേഖലയാണ് ഞങ്ങളെ സംബന്ധിച്ചോളം ജനസംഖ്യ. നിങ്ങള് എന്നെ ഒരാളെ ഈ ബഹിരാകാശ യാത്രയുടെ ഭാഗമായി, സ്പേസ് ടൂറിസത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, ഞാനൊരു മാധ്യമപ്രവർത്തകനാണ്, ഞാൻ യാത്രാവിവരണങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. എന്റെ ഉദ്ദേശം എന്റെ ഈ ബഹിരാകാശ യാത്രയുടെ ഒരുക്കങ്ങൾ മുതൽ തിരിച്ചെത്തുന്നത് വരെ വന്നാൽ അതുവരെയുള്ള അനുഭവങ്ങളും കാഴ്ചകളും എന്റെ എല്ലാ പ്രേക്ഷകരെയും, ഇന്ത്യയിലെ ഓരോ വിദ്യാർത്ഥിയെയും, ഇന്ത്യയിലെ ഓരോ ഗ്രാമീണനെയും ആ അനുഭവങ്ങൾ പകർന്നു കൊടുക്കുന്ന യാത്രാ വിവരണങ്ങളിലൂടെ നിങ്ങളുടെ ഈ യാത്രയുടെ എല്ലാ അനുഭവങ്ങളും എത്തിച്ചു കൊടുക്കുക എന്നുള്ളതായിരിക്കും. അതിലൂടെ ഒരു കാര്യം എനിക്ക് ഉറപ്പു തരാൻ പറ്റും, നിങ്ങൾ എത്ര ഗംഭീരമായ പരസ്യപ്രചാരണങ്ങൾ നിങ്ങൾ അടുത്തൊരു പതിറ്റാണ്ടിലേക്ക് പ്ലാൻ ചെയ്താലും അതിനേക്കാളൊക്കെ വെർജിൻ എന്ന പേര്
ഓരോ ഇന്ത്യക്കാരന്റെയും മനസ്സിലെത്തിക്കുന്ന ഒരു പ്രവർത്തനമായിരിക്കും ഒരു ഇന്ത്യക്കാരനെ നിങ്ങൾ ബഹിരാകാശത്ത് കൊണ്ടുപോകുന്നതിലൂടെ സംഭവിക്കുന്നത്. അപ്പൊ അത് അവർക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം, കൊള്ളാം ഇവൻ പറഞ്ഞത് ചിലപ്പോൾ വല്ല കാര്യം ഉണ്ടാവാം. ഏതായാലും ക്രമേണ ഞാനും ആ ടീമിന്റെ ഒരു ഭാഗമായി, അദ്ദേഹത്തോടൊപ്പം ഈ ആശയങ്ങളുടെ ഭാഗമായി, പരിശീലന പരിപാടികളുടെ ഭാഗമായി, സീറോ ഗ്രാവിറ്റി പരിശീലനം, ജി ടോളറൻസ് പരിശീലനം തുടങ്ങി ബഹിരാകാശത്ത് പോകുന്നതിനുള്ള പല പരിശീലനങ്ങളും പൂർത്തിയാക്കി. ഇതിലൊക്കെ പങ്കെടുക്കുമ്പോഴും എന്റെ ഉള്ളിൽ അവശേഷിച്ചിരുന്ന സംശയം എന്താണ് ഈ ബഹിരാകാശ ടൂറിസത്തിന്റെ പ്രസക്തി എന്നാണ്. പക്ഷേ എനിക്ക് പിന്നീട് മനസ്സിലായി, ഈ ബഹിരാകാശ ടൂറിസം എന്ന് അദ്ദേഹം പേരിട്ടിരിക്കുന്നത് ഒരു തന്ത്രം മാത്രമാണ്. സത്യത്തിൽ ഇത് ഞങ്ങളൊക്കെ അതിനകത്തെ ഈ ബഹിരാകാശ ടൂറിസ്റ്റുകളൊക്കെ ഞങ്ങൾ പല രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ട്, അതിലെ ചില ഗിനിപ്പന്നികൾ മാത്രമാണ്. അദ്ദേഹം ട്രാവൽ ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്. വെർജിൻ അറ്റ്ലാന്റിക്, വെർജിൻ യുണൈറ്റഡ്, വെർജിൻ ഓസ്ട്രേലിയ, വെർജിൻ USA, വെർജിൻ അമേരിക്ക, ഇങ്ങനെ പല കമ്പനികളായി അദ്ദേഹത്തിന് 100 കണക്കിന് വിമാനങ്ങൾ ഇന്ന് ഈ നമ്മൾ സംസാരിക്കുന്ന സമയത്തും ഒക്കെ ആകാശത്തോടെ പറന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു വിമാന കമ്പനിയുടെ ഉടമ കൂടിയാണ് അദ്ദേഹം. ഈ പറഞ്ഞ കാര്യം, നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യം, വ്യോമഗതാഗതത്തിന്റെ വേഗത കൂടുന്നില്ല എന്ന പ്രശ്നം ലോകത്തെല്ലാ മനുഷ്യരും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുക. എത്ര വേഗത്തിലാക്കിയാലും ഇനിയും നമുക്ക് ഈ സംവിധാനത്തിലൂടെ വായുവിലൂടെ പറക്കുന്ന ഒരു വിമാനത്തെ ഇതിൽ കൂടുതൽ വേഗത്തിൽ എത്തിക്കാൻ കഴിയില്ല. കാരണം കോൺബോർഡ് ഉൾപ്പെടെയുള്ള പരീക്ഷണങ്ങളെല്ലാം പരാജയമായി, അതെല്ലാം നിർത്തലാക്കി. ഇപ്പോഴും നമ്മൾ ബോയിങ്ങിന്റെയും എയർബസിന്റെയും ഒക്കെ വിമാനങ്ങളെ ആശ്രയിച്ച് മണിക്കൂറിൽ 800 കിലോമീറ്റർ വേഗത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുക. ഇനി എന്താണ് അടുത്ത ഗതാഗത സംവിധാനം, അടുത്ത ഗതാഗത ഉപാധി? അതിന്റെ ഒരു ഉത്തരമായിട്ടാണ് വെർജിൻ ഒരു പദ്ധതി ഇടുന്നത്. മനുഷ്യനെ ഒരു വാഹനത്തിൽ ഒരു സ്പേസ് ലൈനർ, എയർലൈനുകൾ പോലെ സ്പേസ് ലൈനുകൾ ഉണ്ടാക്കി, സ്പേസ് ലൈനറുകൾ ഉണ്ടാക്കി ബഹിരാകാശത്തേക്ക് കയറ്റി ബഹിരാകാശത്ത് കൂടെ സഞ്ചരിച്ച് ഇറങ്ങേണ്ട സ്ഥലത്തെത്തുന്നു. കൊച്ചിയിൽ നിന്ന് 100 കിലോമീറ്റർ നേരെ മുകളിലേക്ക് പോയാൽ നമ്മൾ ബഹിരാകാശത്തെത്തും. അതിലൂടെ നമുക്ക് ആവശ്യമുള്ള വേഗതയിൽ, പ്രത്യേകിച്ച് അധികമേറെ ഇന്ധനമൊന്നും കത്തിക്കാതെ, വായുവിന്റെ തടസ്സങ്ങളില്ലാതെ, ഭൂഗുരുത്വത്തിന്റെ പ്രതിസന്ധികളില്ലാതെ, ഫ്രിക്ഷൻ ഇല്ലാതെ ന്യൂയോർക്കിന്റെ ആകാശത്തിന് മുകളിലെത്തുകയും തിരിച്ച് താഴേക്ക് ഇറങ്ങുകയും ചെയ്യാൻ ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് കൊച്ചിയിൽ നിന്ന് ന്യൂയോർക്കിൽ എത്താം. ഇത്തരം ഒരു ഗതാഗത സാധ്യതയെ കുറിച്ചാണ് വെർജിൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം, ബഹിരാകാശ യാത്രകളിലൊക്കെ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഇപ്പോഴും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, സ്പേസിലേക്കുള്ള യാത്രയും സ്പേസിൽ നിന്ന് തിരിച്ചു ഭൂമിയിലേക്കുള്ള റീ എൻട്രിയുമുള്ള ആ പ്രവർത്തനം വളരെ ദുഷ്കരമാണ്, റിസ്കിയാണ്. അന്തരീക്ഷത്തിന്റെ ആ ഒരു തീവ്രമായ മേഖലയിലേക്ക് ഇടിച്ചിറങ്ങുമ്പോഴാണ് മിക്കവാറും ബഹിരാകാശ വാഹനങ്ങളൊക്കെ അപകടത്തിൽപ്പെടുന്നത്. എല്ലാ ബഹിരാകാശ വാഹനങ്ങളും ഈ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെയാണ് കൂടുതലും തകർന്നിട്ടുള്ളത്. സ്പേസ് സേഫ് ആണ്, അവിടെ വായുവില്ല, ഓക്സിജൻ ഇല്ല, തീപിടുത്തമില്ല, പൊട്ടിത്തെറിക്കാൻ സാധ്യതകളില്ല, വേഗതയെ നിയന്ത്രിക്കുന്ന ഒന്നുമില്ല, അനന്തമാണ്, അജ്ഞാതമായ ഒരു പ്രദേശമാണ്. അപ്പൊ ഈ സ്പേസിലേക്ക് കയറുകയും തിരിച്ചിറങ്ങുകയും ചെയ്യുന്ന കാര്യത്തിൽ വൈദഗ്ധ്യമുള്ള ഒരു കമ്പനിക്ക് മാത്രമേ ഇത് സാധ്യമാകൂ. എങ്ങനെയാണ് ഒരാൾ ഒരു കാര്യത്തിൽ വൈദഗ്ധ്യം നേടുന്നത്? ഒരു കമ്പനി എങ്ങനെയാണ് വൈദഗ്ധ്യമുള്ള ഒരു കമ്പനിയായി മാറുന്നത്? നിരന്തരം അതിൽ പ്രവർത്തനത്തിൽ മുഴുകുന്ന ഒരു കമ്പനി ആയിരിക്കും വൈദഗ്ധ്യമുള്ള കമ്പനിയായി മാറുക. നിരന്തരം ബഹിരാകാശത്തേക്ക് ഒരു വാഹനം അയക്കുകയും തിരിച്ചെത്തുകയും ചെയ്യുന്ന പ്രവർത്തനം 5-10 വർഷം നടത്തിക്കഴിഞ്ഞാൽ വെർജിൻ അതിൽ വൈദഗ്ധ്യമുള്ള ഒരു കമ്പനിയായി മാറുകയും സ്പേസ് ലൈനറുകൾ ആരംഭിക്കാൻ കഴിയുകയും ചെയ്യും. നിരന്തരം ബഹിരാകാശത്തേക്ക് വണ്ടി വിടുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്യണമെങ്കിൽ അതിൽ പാസഞ്ചേഴ്സ് ഉണ്ടാവണം. ഈ പാസഞ്ചേഴ്സിനെ ആകർഷിക്കാൻ കഴിയണം. പരീക്ഷണത്തിനാണെന്ന് അവർക്ക് തോന്നാത്ത മട്ടിൽ അവരെ ആവേശപൂർവ്വം അതിൽ പങ്കാളികളാക്കണം. അതിന് റിച്ചാർഡ് ബ്രാൻസന്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ആശയമാണ് സ്പേസ് ടൂറിസം എന്ന ആശയം. അതിൽ എന്നെ പോലുള്ള ആളുകളൊക്കെ കയറി കൊത്തി അദ്ദേഹത്തിന്റെ ടീമിലേക്ക് ധാരാളം ആളുകളായി. ഇനി അധികം താമസിയാതെ തന്നെ ബഹിരാകാശ ടൂറിസം പദ്ധതികൾ ആരംഭിക്കും. അതിലൂടെ പിന്നെയും കൂടുതൽ ആളുകൾ ബഹിരാകാശത്തിലേക്ക് പോകുന്നതിനുള്ള കഴിവ് നേടും. തുടർന്ന് ബഹിരാകാശത്ത് കൂടിയുള്ള സഞ്ചാരം സാധ്യമാകും. നമ്മളുടെ അടുത്ത തലമുറ 10-25 വർഷത്തിന് ശേഷം വരുന്ന, ചിലപ്പോൾ എന്റെ പ്രസംഗം കേൾക്കുന്ന പലരും തന്നെ ഏതാനും പതിറ്റാണ്ടുകൾക്കകം ബഹിരാകാശത്ത് കൂടെയുള്ള യാത്രികരായി മാറും. ഇപ്പൊ ഞാൻ പറഞ്ഞത്, 10ാം ക്ലാസ്സിൽ പരീക്ഷ പാസ്സാവാത്ത ഒരു മനുഷ്യൻ
9ാം ക്ലാസ്സിൽ പഠനം നിർത്തി സ്കൂൾ വിട്ട് പുറത്തിറങ്ങി സ്വന്തമായി പ്രസിദ്ധീകരണം ആരംഭിച്ച ഒരാളാണ് റിച്ചാർഡ് ബ്രാൻസൺ. സ്റ്റുഡന്റ് എന്ന പേരിൽ ഒരു പ്രസിദ്ധീകരണം. തുടർന്ന് വെർജിൻ റെക്കോർഡ്സ് ആരംഭിക്കുന്നു. പിന്നീട് വെർജിൻ അറ്റ്ലാന്റിക് എന്ന എയർലൈൻ കമ്പനി ആരംഭിക്കുന്നു. ഇങ്ങനെ വളരെ ചെറുപ്പത്തിലെ സംരംഭകനായി മാറിയ ഒരു മനുഷ്യനാണ് ലോകത്തിന് പുതിയ ഗതാഗത സിദ്ധാന്തങ്ങൾ കൂടി നൽകുന്നത്. വെബ് ആൻഡ് ക്രാഫ്റ്റ് പോലുള്ള കമ്പനികളിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നത് ഇതുകൊണ്ടാണ്. നാളത്തെ കേരളത്തിന്റെ സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ പോകുന്നത്, നാളത്തെ ഭാരതത്തിന്റെ പ്രശ്നങ്ങളുടെ സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ പോകുന്നത് കേരളത്തിന്റെയോ ഭാരതത്തിന്റെയോ ഗവൺമെന്റുകളായിരിക്കില്ല, ഇത്തരം സംരംഭങ്ങളായിരിക്കും. നമ്മൾ ഇന്ന് പ്രശ്നങ്ങളായി കാണുന്ന, പരിഹരിക്കാൻ കഴിയാത്ത പ്രതിസന്ധികളായി കാണുന്ന ഓരോന്നിനും ഇത്തരം ചെറുപ്പക്കാരുടെ സംരംഭങ്ങൾ സൊല്യൂഷൻസ് ഉണ്ടാക്കി നമ്മളുടെ കൈകളിലേക്ക് തരും. മനുഷ്യൻ ഇന്ന് സൊല്യൂഷൻസ്, കുറച്ചു മുമ്പ് ശ്രീ ഋഷികേശ് നായർ ഇവിടെ സൂചിപ്പിച്ചു, മനുഷ്യൻ സൊല്യൂഷൻസ് ഉണ്ടാക്കുന്നു. ഊബർ എന്ന ടാക്സി സംവിധാനം വന്നപ്പോൾ ആളുകൾ അത്ഭുതപ്പെട്ടു. എന്റെ കുട്ടികൾ അതിലേറെ അത്ഭുതപ്പെട്ടത് ഊബർ ഈറ്റ്സ് വന്നപ്പോഴാണ്. അവർക്കിനി അപ്പനും അമ്മയൊന്നും ആവശ്യമില്ലാത്ത സ്ഥിതിയിലെത്തി. ഒരു മൊബൈൽ ഫോണും അതിലൂടെ ഓർഡർ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ ഇന്ന് എല്ലാവരും, ഞാൻ പറഞ്ഞല്ലോ, അത്ഭുതകരമായ മാറ്റങ്ങളുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നാളെ എന്തെല്ലാം അതിനേക്കാൾ മികച്ച സംവിധാനങ്ങൾ ലോകത്തുണ്ടാകുമെന്ന് നമുക്ക് കാത്തിരിക്കുകയാണ്. അതിനൊക്കെ കാരണമാകുന്ന, അതിന്റെ ഒക്കെ തുടക്കമാകുന്ന, അങ്ങനെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അതിന്റെ 7ാമത്തെ വാർഷികത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ ഇവിടെ അറിയിക്കുന്നു. എബിനും എബിന്റെ ഭാര്യയും സുഹൃത്തുക്കളും ഒക്കെ ചേർന്ന ഈ സംരംഭം കൂടുതൽ 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 ഉയരങ്ങളിലേക്ക് വളർന്ന് ഭാരതത്തിന്റെ അഭിമാനമായി ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.